ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അതുമല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചെതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ആദ്യമേ പറയട്ടെ, ടി.ജി. മോഹൻദാസിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കയ്യിൽ കിട്ടില്ല എന്ന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ വിദ്യാർത്ഥികളെ കൊന്നു തള്ളുമെന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്ന സംഘപരിവാർ ബുദ്ധിജീവിയാകുന്നത്. എന്നാൽ സാമാന്യ വിവരമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറയാനാവില്ല. കാരണം കൊന്നു തീർത്ത് പരാജയപ്പെട്ട സമരങ്ങളുടെ ഒരു കണക്കെടുത്ത് അതിൽ അന്തിമ വിജയം ആർക്കായിരുന്നുവെന്ന് നോക്കിയാൽ മതി. ഒന്നുകിൽ നിങ്ങൾ പരസ്യമായി വിചാരണ ചെയ്യപ്പെടും, അതല്ലെങ്കിൽ വെളിച്ചം കടക്കാത്ത അറകളിലൂടെ നിങ്ങൾ പലായനം ചെയ്യേണ്ടി വരും, അതുമല്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കേണ്ടി വരും. ഏതായാലും ടി.ജി. മോഹൻദാസ് ജീവിതാവസാനം വരെ സംഘപരിവാർ ബുദ്ധിജീവിയായി തുടരുക.